ഏറ്റവും ആഴത്തിൽ കടന്നു ചെല്ലുന്ന സൈബർ പ്രചാരണങ്ങളിൽ ഏത് പാർട്ടിയാണ് മുന്നിൽ എന്നൊരു ചോദ്യം ഞങ്ങൾ സർവേയുടെ ഭാഗമായിട്ട് ചോദിച്ചു. സൈബർ ഇടത്തിൽ ആര് മുന്നിൽ എന്ന ചോദ്യത്തിന് ലഭിച്ച മറുപടി ഇങ്ങനെയായിരുന്നു. CPIM 45% പേര് പറഞ്ഞു CPIM ആണ് മുന്നിൽ നിൽക്കുന്നതെന്ന്. CPIയുടെ പേര് 2.60% പേര് പറഞ്ഞു. കോൺഗ്രസ് 23.40% പേര് കോൺഗ്രസ് ആണ് മുന്നിൽ എന്ന് പറഞ്ഞു. BJP മുന്നിലാണെന്ന് വിചാരിക്കുന്ന ആളുകൾ 12.80% പേരുണ്ട്. ലീഗ് മുന്നിലാണ് വിചാരിക്കുന്ന ആളുകൾ 4.60% പേരുണ്ട്. മറ്റുള്ളവരാകെ 11.60% പേര്. ഇതിനകത്തുള്ള കണക്കിലാണ് ഹർഷ. CPIM സൈബർ ഇടത്തിൽ മുന്നിട്ട് നിൽക്കുകയാണെന്ന് 45% പേര് കണക്കാക്കുന്നു. സുഹൃത്തുക്കളെ, ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ആരാണ് ഏറ്റവും കൂടുതൽ അതിഗംഭീരമായിട്ട് നമ്മുടെ സൈബർ ഇടങ്ങൾ കൈയാളിയിരിക്കുന്നത്. ഏറ്റവും ഗംഭീരമായിട്ട് പ്രചാരണ പ്രവർത്തനങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയ വഴി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവുമില്ല, അത് നമ്മുടെ CPIM ആണ്, LDF ആണ്. ഇനി എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കണം. VD സതീശൻ ചേട്ടൻ ഈ ഒരു ഇലക്ഷൻ തുടങ്ങിയ അല്ലെങ്കിൽ ഇതിന്റെ പ്രചാരണ പ്രവർത്തനം തുടങ്ങിയ ഒരു സമയം മുതൽ തന്നെ സ്ഥാനാർത്ഥികളുടെ നിർണയം മുതൽ തന്നെ അദ്ദേഹം നുണകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ നുണകൾ ഓരോന്നും പറയുമ്പോഴാണ് ഈ നുണകളെല്ലാം കൃത്യമായിട്ടും വെളുപ്പിച്ച് കളയാൻ ഇല്ലാണ്ടാക്കി കളയാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ വെച്ചിട്ട് ഒരു പേജ് തന്നെ LDF തുടങ്ങുന്നത്. ഓരോ പേജ് തുടങ്ങുന്നു, ആ പേജ് പൂട്ടിക്കുന്നു. ഇപ്പോഴങ്ങനെ നുണേസൻ എന്ന് പറയുന്ന ഒരു പേജ് ഇപ്പോൾ നുണേസൻ എത്രയാണ് 0.4 ഒക്കെ ആയി. 4ാമത്തെ പേജ് എങ്ങാണ്ടാണ് ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ ഈ ഇലക്ഷന് കൂടിയിട്ട് ആ പേജ് അവസാനിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സൈബർ ഇടങ്ങളിൽ സഖാക്കൾ അതിശക്തമായിട്ട് ഇടപെടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അല്ലാതെ ഇത്തരം നുണകളൊന്നും ഇങ്ങനെ പൊട്ടിക്കാൻ സാധിക്കില്ല. അതിഗംഭീരമായിട്ട് തന്നെ ഈ സഖാക്കൾക്ക് നമ്മളൊരു ഹായ് ഒക്കെ കൊടുക്കേണ്ടി വരും എന്ന് തോന്നുന്നു. കാരണം മറ്റു കേന്ദ്രങ്ങളിലൊന്നും ഇവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈബർ ഇടങ്ങളിൽ ഈ LDF ഇങ്ങനെ ശക്തമാകാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ്. കോൺഗ്രസ്സുകാർ അത്രയും പോളത്തരങ്ങളും പൊട്ടത്തരങ്ങളും നുണകളും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഗംഭീരമായിട്ട് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ സഖാക്കളെ. എന്തായാലും 40% ആളുകൾ പറയുന്നത് ഇവിടെ LDF ആണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കും ഹർഷ വന്നിട്ടുണ്ടാവുക എന്ന് എനിക്ക് ഒരുപക്ഷെ ഈ സർക്കാരിന്റെ ഈ കാലമൊക്കെ എത്തുമ്പോഴേക്ക് തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോഴേക്ക് അവരുടെ പരസ്യ പ്രചാരണങ്ങൾ ഒരുപാട് മുന്നോട്ടെത്തിയിരുന്നു. അതായത് മൊത്തത്തിൽ നമ്മളൊന്ന് പരിശോധിച്ചാൽ CPIM വളരെ പിന്നിലായിരുന്നു. അവർക്കൊരു കേന്ദ്രീകൃതമായ ഒരു സംവിധാനമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ അവർ വളരെ സജീവമായി സോഷ്യൽ മീഡിയയിൽ ഇടപെടാൻ തുടങ്ങി. അതിന്റെ ബാക്കിയാണ് ഈ കണക്ക്. അല്ല, അതിനകത്ത് ഒരു കാര്യം കൂടെ നമ്മൾ കണക്കിലെടുക്കണം. എനിക്ക് തോന്നുന്നത് ഇത് ഈ അവസാന സമയത്ത് PRDയിലൂടെയും മറ്റും സർക്കാർ നടത്തിയ പുറത്തെ പ്രചാരണങ്ങളുണ്ടല്ലോ, ഇത് ഫ്ലക്സും കാര്യങ്ങളൊക്കെ, അതിന്റെ പ്രതിഫലനം അത് അപ്പാടെ ഫോട്ടോ എടുത്തിട്ട് അവരുടെ ആളുകൾ സൈബർ എടുത്ത് ഓടിക്കുന്നതും കൂടെ കൂടി. അപ്പൊ ഇത് വല്ലാത്ത തോതിൽ ഹെവി. ഇത് അത്ര മാത്രമല്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലത്ത് CPM അല്ലെങ്കിൽ LDF തിരിച്ചറിഞ്ഞിരിക്കുന്നു സൈബർ ഇടങ്ങൾ കൃത്യമായിട്ട് ഇടപെടാൻ എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് നികേഷ് കുമാർ അടക്കമുള്ള ആളുകളൊക്കെ അതിന്റെ ചുമതല ഏൽപ്പിക്കുന്നു. ഏറ്റവും കൂടുതലായിട്ട് നന്നായിട്ട് ഇടപെടാൻ കഴിയുന്ന ആളുകളെ ക്ഷണിക്കുന്നു. അസൽ സഖാക്കളായിട്ടുള്ള ആളുകളെ നികേഷ് കുമാർ അടക്കമുള്ള ആളുകൾ ക്ഷണിക്കുന്നു. ഇലക്ഷന്റെ വർക്കിന് വേണ്ടിയിട്ട് ആളുകൾ ക്ഷണിക്കുന്നു. ഒരു മടിയും കൂടാതെ യുവാക്കൾ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കൃത്യമായിട്ടും LDFന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. യാഥാർത്ഥ്യങ്ങൾ ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ സൈബർ ഇടങ്ങളിലൂടെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത്തരം പേജുകൾക്ക് പോസ്റ്റുകൾക്കൊക്കെ നല്ല റീച്ച് കിട്ടാനുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുള്ളതാണ്. എന്നാൽ കേട്ടോ, സർക്കാർ ഇടതുമുന്നണിയുടേതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ കാര്യക്ഷമമായി അതിന്റെ പ്രവർത്തകരൊന്നും സോഷ്യൽ മീഡിയയിൽ സജീവമായി ഇടപെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴേക്ക് ഈ സ്ലീപ്പിംഗ് നിശബ്ദരായിരുന്ന കക്ഷികളെല്ലാം അങ്ങനെ ഉണർന്നെടി വീണ്ടും സജീവമാണ്. അതൊന്ന്. രണ്ടാമത്തേത് ഞാൻ പറഞ്ഞതുപോലെ ഈ മറ്റ് പാർട്ടികൾക്ക് ആർക്കും ഇല്ലാത്ത, CPI വിട്ടുള്ള ബാക്കി പ്രതിപക്ഷത്തുള്ള പാർട്ടികൾക്ക് ആർക്കും ഇല്ലാത്ത വിധം കണ്ടന്റ് നിർമ്മിക്കാൻ അവരുടെ കയ്യിൽ സർക്കാർ മിഷനറി ഉണ്ടായിരുന്നു. അത് മറ്റേതെങ്കിലും ഒരു കാലത്ത് ഇല്ലാത്തതിനേക്കാൾ കൂടുതലായിട്ട് ഈ സർക്കാർ, പിണറായി സർക്കാർ ഉപയോഗിച്ചു. അതെല്ലായിടത്തും വന്നു. നല്ല കൊള്ളാവുന്ന പരസ്യങ്ങളുമായിരുന്നു. ആ പരസ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഹർഷൻ ഇപ്പൊ പറഞ്ഞ പോലെ സ്ലീപ്പിംഗ് സെൽസ് ആയിരുന്ന അവരുടെ ആളുകൾ സംഘടിതമായിട്ട്. ശരിയാണ്. ഈ കൊള്ളാവുന്ന പരസ്യങ്ങൾ എന്നതിന് അപ്പുറത്ത് എനിക്ക് തോന്നുന്നു പിണറായി സഖാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, എത്ര ഓൺലൈൻ മീഡിയകൾക്കാണ് ഇന്റർവ്യൂ കൊടുത്തതെന്നുള്ളതാണ്. ഇപ്പോൾ ലാസ്റ്റായിട്ട് ഫിറോസ് ഫൈസൽ എന്ന് പറയുന്ന ഈ നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച് മാത്രം വീഡിയോ ചെയ്യുന്നൊരു വ്ളോഗറുണ്ട്. അദ്ദേഹത്തിന് പോലും പിണറായി സഖാവ് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു. 1-2 മണിക്കൂർ ആ മനുഷ്യന് മുമ്പിൽ നിൽക്കുന്നു. അദ്ദേഹം ചോദിക്കുകയും ചോദ്യത്തിന് കൃത്യമായിട്ടും വ്യക്തമായിട്ട് ഉത്തരം പറയുന്നു. VD സതീശൻ സാറ് പറഞ്ഞ വെറുതെ തള്ളലല്ല, കൃത്യമായിട്ട് ഉത്തരം പറയുന്നു എന്നുള്ളതാണ്. അങ്ങനെ സൈബർ ഇടത്തിൽ വളരെ വ്യത്യസ്തമായിട്ട് നിൽക്കുക
ഇത്തരം സുജിത്ത് ഭക്തനെ പോലുള്ള ആളുകൾക്കൊക്കെ ഇന്റർവ്യൂ നൽകുക, സിനിമ ഇന്റർവ്യൂ മാത്രം ചെയ്യുന്ന ആളുകൾക്കൊക്കെ രാഷ്ട്രീയ ഇന്റർവ്യൂ കൊടുക്കുക, ഇങ്ങനെ അതിഗംഭീരമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നു LDF എന്നുള്ളതാണ്. അത്തരം ഒരു നിറഞ്ഞു നിൽക്കൽ അല്ലെങ്കിൽ അത്ര നിറഞ്ഞതിന്റെ പ്രചാരണം മറ്റു പാർട്ടികൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു ധൈര്യമാണ്. എന്താണ് ആ ധൈര്യം? അത് LDF കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ള ധൈര്യമാണ്. 10 വർഷമായിട്ട് ഞങ്ങൾ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ചെയ്യാത്തൊരു കാര്യം നിങ്ങൾ പറ എന്നാണ് ചോദ്യം. അങ്ങനെ ഒരു മുഖ്യമന്ത്രി വന്നിരുന്നിട്ട് പത്രപ്രവർത്തകരുടെ മുമ്പിൽ വന്നിരുന്നിട്ട് കൊത കളിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്ന പത്രപ്രവർത്തകരുടെ മുമ്പിൽ വന്നിരുന്നു കൊണ്ട് ഒരു മുഖ്യമന്ത്രി ചോദിക്കുകയാണ്, ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നു, ഞാനിതാ തിരിച്ചെത്തി മത്സരിപ്പോയി പോയോരൻ ഗാനസാമ്രാജ്യത്തിന്റെ വീതിയിൽ ഭിക്ഷയ്ക്കായി. ആ പാട്ടും തമ്മിൽ ഒക്കുന്നില്ല, ആ വിട്ടേക്ക്, എന്നാലും കുഴപ്പമില്ല. എങ്കിലും ഈ പത്രപ്രവർത്തകരുടെ മുമ്പിൽ വന്നിരുന്ന് ചോദിക്കുകയാണ്, ഞങ്ങൾ നിങ്ങളോട് ചെയ്യുമെന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറ. ഇത്രയും ധൈര്യത്തോടെ ഒരു മുഖ്യമന്ത്രി വന്നിരുന്നിട്ടുണ്ടാവില്ല. കേട്ടോക്ക്. നിങ്ങൾക്കുണ്ടോ ഭരണവിരുദ്ധ വികാരം? ഏത് കാര്യത്തില അത് പറയുന്നോ? കേരളത്തിൽ 10 വർഷം ഭരിച്ചൊരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ഇന്ന കാര്യങ്ങളിൽ പരാജയപ്പെട്ടിരിക്കുന്നു, ഇന്ന കാര്യങ്ങളിൽ വിരുദ്ധ വികാരമുണ്ട് എന്ന് പറയും. അതിനല്ലേ ഞാൻ പത്രസമ്മേളനം നടന്നത്. അത്തരം ഏതെങ്കിലും ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്? അതൊന്നും ചർച്ച ചെയ്യരുതേ എന്നല്ലേ ഈ പറയുന്ന ആൾക്കാർ ആഗ്രഹിക്കുന്നത്, ഇവർ ചിന്തിക്കുന്നത്. അത് ചർച്ച ചെയ്ത് പോയാൽ ജനങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുമല്ലോ. ഏതെല്ലാം കാലം കടന്നു വന്നിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തൊരു ധൈര്യത്തോടെയാണ് നമ്മുടെ മുഖ്യമന്ത്രി പത്രപ്രവർത്തകരുടെ മുമ്പിൽ വന്നിരുന്നിട്ട് ഞങ്ങൾ ചെയ്യാത്തൊരു കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറ, അതിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ വന്നിരിക്കുന്നു പറയുമ്പോൾ കമാന്നൊരു അക്ഷരം മിണ്ടാതെ തങ്ങളുടെ മൈക്കും അവിടെ വെച്ചിട്ട് മിണ്ടാതെ പത്രപ്രവർത്തകർ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ പിണറായി സഖാവിനെ പേടിച്ചിട്ടൊന്നുമല്ല. പിണറായി സഖാവിനൊക്കെ വെള്ളം കുടിപ്പിക്കാൻ കഴിയുന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ 10 വർഷം കഴിഞ്ഞ് ഈ പത്രപ്രവർത്തകരുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ ഒരു ധൈര്യമുണ്ട്, ഒരു ആത്മവിശ്വാസമുണ്ട്, ഞങ്ങൾ ചെയ്തിരിക്കുന്നു എന്നുള്ളത്. അതിൻ്റെ ചോദ്യമാണ്, അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ചോദ്യമാണ്, ഒരു കോൺഫിഡൻസ് ആണ് അവിടെ നമുക്ക് മുഖ്യമന്ത്രി മുമ്പിൽ കാണുന്നത്. അപ്പൊ ഇത്രയ്ക്കും ധൈര്യമായിട്ട് വന്നിരിക്കാൻ കഴിയുന്നത് ചെയ്തത് എന്തുകൊണ്ടാണ്? എന്തായാലും ഇത്തരത്തില് ആളുകളുടെ മുമ്പിലേക്ക് ഈ പോസ്റ്റുകളൊക്കെ എത്താൻ വേണ്ടി സഹായിക്കുന്ന മനുഷ്യന്മാരിൽ ഏറ്റവും പ്രധാനി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്നത് അത് MV നികേഷ് കുമാർ എന്ന് പറയുന്ന മുൻ പത്രപ്രവർത്തകനാണ്. ഒരുപക്ഷെ നമ്മുടെ വാർത്താ വായനയുടെ ചരിത്രം തന്നെ മാറ്റി തിരുത്തിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തൊന്ന് കേൾക്കൂ. കള്ളനെ പിടിക്കാൻ ഓടുമ്പോൾ കള്ളൻ കള്ള എന്ന് പറഞ്ഞു മുന്നിലോടിയാൽ ആരുമൊന്നും സംശയിക്കും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDF വർഗീയതയുമായി സന്ധി ചെയ്തു എന്ന ആരോപണം വരുമെന്ന് അവർ ഏറെ ഭയന്നിരുന്നു. ഡീൽ എന്ന ആരോപണം യഥാർത്ഥത്തിൽ ഒരു ഡീലാണ്. 1996 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇത് ഡീലിനെ കുറിച്ചിട്ടാണ്. കൃത്യമായിട്ടും VD സതീശൻ സാർ RSSുമായിട്ട് എത്രയോ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഡീലിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. നിങ്ങളത് പോയി തപ്പിപ്പിടിച്ച് കാണണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കാണണം, അറിയണം. നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം എന്തെന്നാണ്, ഏറ്റവും മലീമസമായ രാഷ്ട്രീയം എന്തെന്നൊക്കെ അറിയണം. എല്ലാ ചെറുപ്പക്കാരും അറിയണം, മുതിർന്നവരും എല്ലാവരും ഇതിനെപ്പറ്റി അറിയുക തന്നെ വേണം. ഒരു രാഷ്ട്രീയമില്ല എന്നൊക്കെ പറഞ്ഞു പോകുന്ന ആളുകളെ സൂക്ഷിക്കണം. അവർ ഏറ്റവും തീവ്രവാദ മനസ്സുള്ള ആളുകളായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാഷ്ട്രീയം ഉണ്ടാകണം, ആ രാഷ്ട്രീയമാണ് നമ്മുടെ ജീവിതത്തെ പരുവപ്പെടുത്തുന്നുള്ള തിരിച്ചറിവുണ്ടാവണം. അങ്ങനത്തെ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ വിരലമർത്തുന്ന ഒരു ദിവസമാണ് നമ്മളിലേക്ക് എത്താൻ പോകുന്നത്. സൂക്ഷിച്ചു മാത്രം. ഇതിലുള്ള വികസനങ്ങൾ നീണ്ടു പോകണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഒപ്പം തന്നെ ഈ ഒരു LDFനൊപ്പം നിൽക്കാൻ കൂടി ശ്രമം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അവസാനിപ്പിക്കട്ടെ. ബൈ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാനൊരു കട്ടക്കമ്മിയാണെന്നൊക്കെ. കട്ടക്കമ്മിയൊന്നല്ല, എന്ന് വെച്ചാൽ അപാരമായൊരു കമ്മ്യൂണിസ്റ്റ് ഒന്നല്ല, കൊടി പിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഒന്നല്ല. നാളെ മുതൽ CPMന്റെ കൊടി പിടിച്ചിട്ട് നിരത്തിലൂടെ കാണുന്ന ആ കാഴ്ചകളിലൊന്നും ഞാൻ ഉണ്ടായെന്ന് വരില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് നിങ്ങൾ തന്നെ സ്വയം മനസാക്ഷിയോട് ചോദിച്ചു നോക്കൂ, ഈ കഴിഞ്ഞ 10 വർഷത്തുള്ളിൽ നമുക്ക് എന്ത് പ്രശ്നമാണ് ഉണ്ടായത്? എന്തോരം പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ആ പ്രശ്നങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന സമയത്ത് നമ്മളെ ചേർത്ത് പിടിച്ചൊരു മനുഷ്യൻ പിണറായി സഖാവും ഈ ഗവൺമെന്റും അല്ലേ.
അതെങ്ങനെയാണ് നിങ്ങൾ മറന്നു പോകുന്നത്? പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കൂരായണ എന്നൊക്കെ പറയുന്ന ആ ഒരു മനസ്സിലേക്ക് നമ്മൾ മാറുന്നത് ശരിയല്ലല്ലോ. ആ പ്രശ്നമുള്ള സമയത്തെല്ലാം നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മൾ മുന്നോട്ട് നയിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളല്ലാതെ മനുഷ്യന്റെ പക്ഷത്ത് നിൽക്കുന്ന, മനുഷ്യന് വേണ്ടി വോട്ട് ചോദിക്കുന്ന, വികസനത്തിന് വേണ്ടി വോട്ട് ചോദിക്കുന്ന ഈ ആളുകൾക്ക് ഒപ്പമല്ലാതെ ജാതിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്ന, ഗുരുവായൂരപ്പന് വേണ്ടി വോട്ട് ചോദിക്കുന്ന ആളുകൾക്കൊപ്പമാണ് നിങ്ങൾ നിൽക്കാൻ പോകുന്നത്. അത് നുണ പറയുന്ന ആളുകൾക്കൊപ്പമാണ് നിങ്ങൾക്ക് നിൽക്കാൻ പോകുന്നത്. BJP നിങ്ങൾ എടുത്തോളൂ. എപ്പോഴെങ്കിലും ഒരു വികസന പദ്ധതി മുന്നോട്ട് വെച്ചുകൊണ്ട് ഇത് നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് വോട്ട് തരൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഉത്തരേന്ത്യയിലെ രാമക്ഷേത്രമായിരുന്നു, ഇവിടെ അവർക്ക് 2 ക്ഷേത്രമുണ്ട്. ഇപ്പോഴൊന്ന് ഗുരുവായൂർ ക്ഷേത്രമായിരിക്കുന്നു, അതിനു മുമ്പ് അവർക്ക് അയ്യപ്പ ക്ഷേത്രം, ശബരിമലയായിരുന്നു. ഇങ്ങനെ ക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് ചോദിക്കുന്നവർക്കാണോ എന്താ ഈ കേരളത്തിലെ എല്ലാവരും ക്ഷേത്രവിശ്വാസികളാണോ? അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, പൊതുജനങ്ങൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നവർക്കൊപ്പമല്ലേ നമ്മൾ നിൽക്കേണ്ടത് എന്നൊരു ബോധം മനസ്സിലുള്ളത് കൊണ്ടാണ് LDFനൊപ്പം നിൽക്കാൻ തോന്നുന്നത്. അവിടെ മനുഷ്യരുണ്ട്, മനുഷ്യരെ മനുഷ്യരായി കാണാൻ കഴിയുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ബൈ.